ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇന്നൊരു കുഞ്ഞു വ്ളോഗും കണ്ടാ വന്നുള്ളൂ കേട്ടോ. ചെറിയൊരു യാത്രയിലാണ്, വേറെ എങ്ങോട്ടല്ല, ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ. അപ്പോൾ ചാവക്കാട് രാജ ഹോസ്പിറ്റലിലായിരുന്നു എൻ്റെ ഡെലിവറി വന്നിട്ട്. അപ്പോൾ ആ ഡെലിവറി ടൈമിൽ വ്ളോഗൊന്നും എടുക്കാൻ പറ്റില്ല, എല്ലാം മിസ്സായി. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് ചെയ്യണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് രാജ ഹോസ്പിറ്റൽ. ഇവിടെ ഇന്ന് നമുക്ക് മോൻ്റെ ചെവി ടെസ്റ്റ് ബാലൻസ് ഉണ്ടായിരുന്നു, അതും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓൾറെഡി വിളിച്ച് ബുക്ക് ചെയ്ത കാരണം പെട്ടെന്ന് തന്നെ കയറാൻ പറ്റി. എൻ്റെ നോർമൽ ഡെലിവറി ആയിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ഡിസ്ചാർജ് കിട്ടി. അപ്പോൾ അതുകൊണ്ട് മോൻ്റെ ചെവി ടെസ്റ്റ് അന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞു 45 ഡേയ്സ് കഴിഞ്ഞിട്ട് വരുമ്പോൾ അപ്പോൾ ചെയ്താൽ മതിയെന്ന്. ഭയങ്കര സൈലൻ്റ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു ടെസ്റ്റ് ചെയ്യുക. ഒട്ടും സൗണ്ട് പറ്റാത്തതുകൊണ്ട് ഒരാൾ മാത്രം കയറിയാൽ മതി എന്ന് പറഞ്ഞിട്ടാ. പുണ്യം ഓൾറെഡി ഉമ്മയുടെ കയ്യിലായതുകൊണ്ട് ഉമ്മ തന്നെയാണ് കയറിയത്. ഞാൻ ബില്ലൊക്കെ അടച്ച് പുറത്ത് സെറ്റായിട്ടിരുന്നു. പിന്നെ നമുക്ക് ഇന്ന് ഉമ്മാനെ കൂടെ കാണിക്കാനുണ്ട്. അപ്പോൾ അത്രയും നേരം ഇവിടെ ഇരിക്കൽ റിസ്ക് ആണ്. അതുകൊണ്ട് ഞങ്ങൾ നല്ലക്കട വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം മോൻ്റെ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും 12:15 ഉമ്മാനെ കാണിക്കേണ്ടതാണെങ്കിൽ 2 മണിക്കാണ് കേട്ടോ. അപ്പോൾ അത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്യണ്ടല്ലോ. നല്ലക്കാൻ്റെ വീടാണ് ഇവിടെ അടുത്തുമാണ്. അപ്പം എന്നാൽ അവിടെ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാമെന്നുള്ളൊരു പ്ലാനിൽ അങ്ങോട്ട് പോയോണ്ടിരിക്കുകയാണ്. അത്ര ദൂരമൊന്നുമില്ല കേട്ടോ, അതുകൊണ്ടാണ് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇവിടെ തന്നെയാണ് മോളുടെ സ്കൂളും വരുന്നത്. അപ്പോൾ ഒരു 3 മണിക്കുള്ളിൽ കഴിയുകയാണെങ്കിൽ അവളെ എടുത്തുകൊണ്ട് പോകാമെന്നുള്ളൊരു ചെറിയൊരു പ്ലാൻ മനസ്സിലുണ്ട്. നടക്കോ ഇല്ലെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നല്ലക്കാൻ്റെ വീട് കേട്ടോ. ഫ്രണ്ടിൽ തന്നെ ഉപ്പരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സമയം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ എല്ലാവരെയും കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് ഇവിടെ നിന്നായിരുന്നു കേട്ടോ. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നത്. കാരണം ഡെലിവറിയും അത് ആഫ്റ്റർ ഡെലിവറി ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി വീണ്ടും രാജ്യയിലോട്ടാണ് കേട്ടോ പോണത്. കാരണം ഉമ്മാനെ കാണിക്കണം. ഏകദേശം ഒരു 2:15 ആകുമ്പോഴാണ് ഡോക്ടർ വന്നത്. അപ്പോൾ വീണ്ടും അവിടെ പോയിരുന്നു. പക്ഷേ എന്നെ കാണിക്കാനില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ഇരുന്നപ്പോൾ ഭയങ്കരമായിട്ട് ബോറടിച്ചു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ എല്ലാ സ്ഥലവും ഒന്ന് കണ്ടിട്ട് വരാമെന്ന്. കാരണം നമ്മളെ ഡെലിവറി നടന്ന ഹോസ്പിറ്റലാണ്. അപ്പോൾ എനിക്ക് തോന്നി ലേബർ റൂമിൻ്റെ അവിടെ നിന്ന് പോയി നോക്കാം. ഡോക്ടർ എന്തായാലും കാണാൻ പറ്റില്ല, സിസ്റ്ററെങ്കിലും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷെ ഒന്നും നടന്നില്ല, ആരും കണ്ടില്ല. പക്ഷെ അവിടെയൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു സമാധാനം. നമ്മളെ ഡെലിവറി കഴിഞ്ഞല്ലോ. അപ്പോൾ ഇതുപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇനി അടുത്തത് നിങ്ങളല്ലേ ഇതൊക്കെ തോന്നി കുറേ നേരം അവിടെ ഇരുന്നൊക്കെ കണ്ടു കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും മോളുടെ സ്കൂളിലേക്കാണ് പോയോണ്ടിരിക്കുന്നത് കേട്ടോ. മോൾ അവിടെ തന്നെ LFലാണ് പഠിക്കുന്നത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അവളെ സ്കൂളിലേക്ക് വിളിക്കാൻ പോണത്, സർപ്രൈസ് കൊടുക്കണമൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇന്ന് എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം ഉണ്ണീനെയും കൊണ്ടാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്തായാലും ഹാപ്പി ആയിരിക്കും. അപ്പോൾ എപ്പോഴും പറയും സ്കൂളിൽ പോകുമ്പോൾ ഉണ്ണി വന്നു കഴിഞ്ഞാൽ വരുമ്പോൾ അവൻ വിളിക്കാൻ വരണം, പോകുമ്പോൾ ടാറ്റ കൊടുക്കണം എന്നൊക്കെ. അപ്പോൾ ഇന്ന് ഉണ്ണീനെയും കൊണ്ടാണ് വന്നത് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. 2 ദിവസമായിട്ടുള്ള ആകെ ക്ലാസ് തുടങ്ങിയിട്ട്. പക്ഷെ ഒരു 2000 ദിവസം പോയ കഥ പറയാനുണ്ടായിരുന്നു. മോളിപ്പോൾ UKGയിലേക്കാണ് ആയിട്ടുള്ളത് കേട്ടോ. ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, എവിടെയും കയറാനൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വീടെത്തുന്നതിൻ്റെ മുമ്പായിട്ട് ഒരു ചായക്കട കണ്ടു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് വാങ്ങിക്കാൻ വെച്ചിട്ട് കയറിയതാണ്. റോഡ് അങ്ങ് പാസ് ചെയ്ത് പോയതിൻ്റെ ശേഷമാണ് കട കണ്ടത്. അപ്പോൾ വണ്ടി ഇങ്ങനെ മെല്ലെ ബാക്ക് എടുത്ത് വന്നുകൊണ്ടിരിക്കുക. ബാക്ക് എടുത്ത് വന്ന് എല്ലാ കടികളിൽ നിന്നും ഒരു 2 വെച്ചിട്ട് വാങ്ങിച്ച് കുറേ ആയി. അങ്ങനെ പുറത്തുനിന്നൊക്കെ കഴിക്കും, നമുക്ക് വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ടുവന്ന് കഴിക്കും നല്ലത്. അവിടുന്ന് നമ്മൾ നേരിട്ട് പോയിട്ടൊന്നും വാങ്ങിക്കാറില്ല. ഇപ്പോൾ ഡെലിവറി കാര്യമൊക്കെ ആയിട്ട് ബിസി ആയിരുന്നല്ലോ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഐഷു ഭയങ്കര പോസിലാണ്. അപ്പോൾ എന്നോട് ഇന്ന് വീഡിയോയിൽ കാണിച്ചില്ലല്ലോ, അപ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കാം, അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കട്ടാന്ന് പറഞ്ഞിട്ട് അറിയാത്ത പോലെ നിൽക്കുകയായിരുന്നു. അവൾക്ക് വീഡിയോ എടുക്കാനും വീഡിയോയിൽ പോസ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചില സമയത്തൊക്കെ ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ മൂപ്പര് തനിയെ ജനലിൽ ചാരി വെച്ചിട്ട് ഇങ്ങനെ ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുക്കും. ചിലതൊക്കെ ഞാൻ അവളുടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അവളുടെ ഇൻസ്റ്റാഗ്രാം ID വന്നിട്ട് ഐറിൻ അഫ്സലാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഫ്രീ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്തേക്കണേ. അങ്ങനെ ഏകദേശം നമ്മൾ വീടെത്താനായിട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.